വരുവാൻ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ് എന്ത് CUET PG. CUET PG എന്തുകൊണ്ടാണെന്ന് അറിയോ ഇത്ര ഇമ്പോർട്ടന്റ്? ഇപ്പൊ BSc കഴിഞ്ഞ കുട്ടികൾക്ക് MScക്ക് ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു BBA കഴിഞ്ഞതോ അല്ലെങ്കിൽ ഒരു BA കഴിഞ്ഞതോ നിങ്ങൾ എന്താണോ ബാച്ചിലർ ഡിഗ്രി എടുക്കുന്നത് അവർക്ക് ഒരു PGക്ക് ജോയിൻ ചെയ്യണം. സോ അവരവരുടെ കോളേജിലോ അല്ലെങ്കിൽ അതർ കോളേജസിലോ ഒക്കെ നോക്കാറില്ല. ട്രെൻഡിങ് പ്രകാരം CUET PG എഴുതിയിട്ട് നല്ലൊരു യൂണിവേഴ്സിറ്റി പോയി പഠിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹം. കാരണം എന്തുകൊണ്ട് തന്നെയാ വെച്ചാൽ ഒരുപാട് പേരുകളുടെ ഒരു ഫീഡ്ബാക്കുകൾ വരുന്ന സമയത്ത്, അതായത് ഇന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി എന്നത് എല്ലാവരും ഒരു സ്വപ്ന. അതിലെല്ലാ കോഴ്സുകളും അവൈലബിലിറ്റി ആണ്, സീറ്റിന്റെ എണ്ണം കൂടുതലാണ്. അതായത് എല്ലാ കോളേജിലും എടുക്കുന്ന സമയത്ത് സീറ്റിന്റെ എണ്ണം കൂടുതലാണ്. 44 യൂണിവേഴ്സിറ്റികളാണ് ഇതിൽ എന്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. CUET PG എന്ന് പറയുന്നത് 44 യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. സോ ഇത്ര വൈഡ് ആയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് CUET PG തരുന്നത്. അപ്പൊ നമുക്ക് CUET PG എന്താന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ CUET PG എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് CUG ഉണ്ട്. UG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് നമ്മുടെ ഡിഗ്രിക്ക് 4 ഇയർ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഇന്റഗ്രേറ്റഡ് ഡിഗ്രിക്ക് വേണ്ടിയിട്ട് എഴുതുന്ന എക്സാം ആണ് CUET UG. അപ്പൊ നമ്മൾ ഡിഗ്രിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് CUET PG. കാരണം PG എന്ന് പറയുന്നത് ഡിഗ്രി കഴിഞ്ഞിട്ട് PGക്ക് വേണ്ടിയിട്ട് എഴുതുന്ന എക്സാം ആണ് കേട്ടോ CUET PG എന്ന് പറയുന്നത്. അത് എപ്പോഴും നോക്കുക. അല്ലാതെ +2 കഴിഞ്ഞിട്ട് എഴുതുന്ന ഈ എൻട്രൻസ് എക്സാം അല്ല. ഓക്കെ. CUET PG ഫിസിക്സ്, ഞാൻ ഫിസിക്സിനെ പറ്റിയിട്ടാണ്, അതായത് എല്ലാവർക്കും ഉള്ള ഒരു ഇത് തന്നെയാണ്, ബട്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഫിസിക്സ് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. സോ ഫിസിക്സിന് ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് CUET PG നോക്കാം. CUET എന്ന് പറയുന്നത് നാഷണലൈസ്ഡ് എക്സാം ആണ്, കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമും കൂടിയാണ്. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് NTA ആണ്. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആയതുകൊണ്ട് തന്നെ CUET PGക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഓഫ്ലൈൻ പോയിട്ട് എഴുതിയിരുന്നതാണ്, ബട്ട് ഇപ്പോൾ അത് കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആണ്. ഒരു 7 years ആയിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമുക്ക് തന്നെ നമ്മുടെ റെസ്പോൺസ് ഷീറ്റ് പോലെ നമുക്ക് അവൈലബിലിറ്റി ആണ്. സോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു കാലഘട്ടം വരെ 2021 വരെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ വെച്ചാൽ അതിൽ 14 യൂണിവേഴ്സിറ്റികൾ മാത്രമേ അതിൽ ഉണ്ടായിരുന്നുള്ളൂ CUET PGയിൽ. 2021 ശേഷം, അതായത് 22, 23, 24 കാലഘട്ടത്തിലേക്ക് ആകുമ്പോഴേക്കും 44 യൂണിവേഴ്സിറ്റികളും വരാൻ തുടങ്ങി. അതിൽ മാറി നിന്നിരുന്ന ഒരാളായിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റി. എന്നാൽ 2024, 25 ഡൽഹി യൂണിവേഴ്സിറ്റിയും എന്ത് ചെയ്തു, CUETയിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെങ്കിൽ ഇനി വേറെ എൻട്രൻസ് എക്സാം എഴുതണ്ട. ഈ CUET PG എഴുതി ഇതിന്റെ മാർക്ക് വെച്ചിട്ട് നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാം. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 44, 45 യൂണിവേഴ്സിറ്റികൾ ഇതിലിപ്പോ അണ്ടറിലുണ്ട്. ഓക്കെ. അപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുമ്പോൾ ഇപ്പൊ 2021 വരെയുള്ള പേപ്പേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് CUET PG എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ കാണാൻ പറ്റും. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുടെ മാത്രമായിട്ട് പേപ്പർ കാണാൻ പറ്റും. BHU മാത്രം കണ്ടക്ട് ചെയ്യുന്ന എക്സാമിന്റെ കാണാൻ പറ്റും. അങ്ങനെ JNU മാത്രം കണ്ടക്ട് ചെയ്യുന്ന എക്സാമിന്റെ കാണാൻ പറ്റും. പക്ഷെ എടുത്ത് നോക്കുമ്പോൾ ഒരൊറ്റ പേപ്പറായിട്ട് CUET PG ഉണ്ടാവുള്ളൂ. സോ പ്രീവിയസ് ഇയേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഡിഫറൻസ് മനസ്സിലാക്കണം. ഓക്കെ. ഈ എക്സാമിൽ എന്താ പ്രത്യേകത നോക്കാം. ഇപ്പോൾ CUET PG ആകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു പ്രീവിയസ് ഇയേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് 2021 വരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡിന്റെ ഒരു ഭാഗം കാണാൻ പറ്റും. ഒരു 10-25 ക്വസ്റ്റ്യൻസ് പാർട്ട് A എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ചിലപ്പോൾ 100 ക്വസ്റ്റ്യൻസ് വരെ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. 2022 100 ചോദ്യങ്ങൾ പാർട്ട് Aയും 100 ചോദ്യങ്ങൾ പാർട്ട് B ആയിരുന്നു. സോ അങ്ങനെയും കാണാൻ പറ്റും. ഓക്കെ. പക്ഷെ ഇപ്പൊ മുതൽ ഫുള്ള് ക്വസ്റ്റ്യൻസ് വരുന്നത് ഫിസിക്സുകാർക്കാണെങ്കിൽ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ട് മാത്രമേ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുള്ളൂ. അതർ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതിൽ പറയുന്നത് 75 ക്വസ്റ്റ്യൻസ് ആണ് CUET PGക്ക് ഉള്ളത്. അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, MCQs ആണ്. അതായത് ഓരോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മൾ നോർമലി എഴുതുന്നത്. ഇതിന്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ടോട്ടൽ മാർക്ക് 300 ആണ്. നെഗറ്റീവ് 1 മാർക്ക് വെച്ചിട്ട് കുറയും. അതായത് ടോട്ടൽ മാർക്ക് 300 എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റിന് 4 മാർക്ക് വെച്ചിട്ട് നെഗറ്റീവ് 1 മാർക്കാണ്. അപ്പൊ ഉണ്ട്. അപ്പൊ 300 ഒരു 250, 260 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡ്രീം ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താൻ പറ്റും. ഓക്കെ. അപ്പോ പക്ഷെ അത് എടുക്കുന്നത് 1.5 മണിക്കൂറേ ടൈം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, 75 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ 1.5 മണിക്കൂറേ ടൈം ഉള്ളൂ. ഓക്കെ. 1.5 മണിക്കൂറേ ടൈം ഉള്ളൂ. അതും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഏത് സബ്ജക്റ്റ് ആയാലും 1.5 മണിക്കൂറേ ടൈം ഉള്ളൂ. അപ്പൊ അത്രയും ഫാസ്റ്റ് ആയിരിക്കണം നമ്മൾ. കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആയതുകൊണ്ട് തന്നെ കാൽക്കുലേറ്റർ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് എന്താണ് അതും ഉണ്ടായിരിക്കും. സോ അതൊന്ന് നോട്ട് ചെയ്ത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് എഴുതേണ്ട എക്സാം ആണ്. അതായത് നമുക്ക് ആലോചിക്കാൻ സമയമില്ല. അതായത് തിങ്ക് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒരു ക്വസ്റ്റ്യനിൽ ഇടാനുള്ള ടൈം ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് മാക്സിമം 2 മിനിറ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേണം വേഗം പോവാൻ. ഒരു ക്വസ്റ്റ്യന്റെ മുകളിൽ ഒരിക്കലും 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്നും കയറി ഇരിക്കരുത്.
നമ്മൾ മാർക്ക് നോക്കി നമ്മൾ ആ ക്വസ്റ്റ്യൻ, കാരണം നമുക്ക് 75 അറിയുന്ന ഭാഗങ്ങളായിരിക്കും. അപ്പൊ നമ്മൾ വേഗം ചെയ്ത് നെഗറ്റീവ് ഇല്ലാതെ പോകേണ്ട ഒരു കാര്യമുണ്ട്. പ്രാക്ടീസ് എന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. ഓക്കെ. സിലബസ് എന്ന് പറയുന്നത് നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്ന അതേ സബ്ജക്ട് തന്നെയാണ്. മാത്തമാറ്റിക്കൽ ഫിസിക്സ് ഉണ്ട്, മെക്കാനിക്സ്, മോഡേൺ ഫിസിക്സ്, ഇലക്ട്രിസിറ്റി, കൈനറ്റിക് തിയറി, സോളിഡ് സ്റ്റേറ്റ് ആൻഡ് ഇലക്ട്രോണിക്സ്, ഓസിലേഷൻ വേവ്സ്. സെയിം സിലബസ് തന്നെയാണ്. സിലബസിനൊന്നും ഒരു വ്യത്യാസമില്ല കേട്ടോ. സെയിം സിലബസ് തന്നെയാണ് നമ്മുടെ കയ്യിൽ. ബട്ട് നമുക്ക് എന്താ വ്യത്യാസം വെച്ചാൽ ഇത് പഠിക്കുന്നതിലാണ്. ഇതിന്റെ എല്ലാ ഈച്ച് ആൻഡ് എവറി കോർണറും നമ്മൾക്ക് എന്താ ഭയങ്കര കോൺസെപ്റ്റ് ബേസ് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ്. ഇപ്പൊ മോഡേൺ ഫിസിക്സ് ആണെങ്കിൽ എവറി ടോപ്പിക്, ഇപ്പൊ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണെങ്കിൽ അതിന്റെ 4 ലോസിന്റെ എല്ലാ പോയിന്റ്സും, അതായത് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും തരിക. MCQ ക്വസ്റ്റ്യൻസ് ആയാലും സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ അങ്ങനെയൊക്കെ ചോദിക്കും. സോ ഡെഫിനിഷൻ വരെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ബേസിക് നൊട്ടേഷൻസ്, ഇപ്പോൾ ഒരു ഇലക്ട്രോൺ വോൾട്ടിനെ നമ്മൾ ജൂളിലേക്ക് മാറ്റാണോ, അല്ലെങ്കിൽ ജൂളിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് ആക്കുന്നതോ വേണ്ട, പ്രോട്ടോണിന്റെ മാസ്, ന്യൂട്രോണിന്റെ മാസ്, ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഈസ് ഇമ്പോർട്ടന്റ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. മറ്റേതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ IIT ജാം, ഗേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറച്ച് ടൈം ഉണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഇരുന്ന് നമുക്ക് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാം. ഇത് അങ്ങനെയല്ല. ആദ്യം ബേസിക് ബിൽഡിംഗ് ഉണ്ടാക്കി കൊണ്ടുവരുന്ന വേണം. വളരെ പ്ലസ് ടു ബേസിക്. എന്തിന് എക്സാമ്പിൾ ഞാൻ പറയാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മൾ ഒരു 9ാം ക്ലാസ് 8ാം ക്ലാസ് തൊട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. ഫ്ലക്സ് എന്താ, ആ ഫ്ലക്സിലെ ലെൻസസിലോ അതിലെ നെഗറ്റീവ് സൈൻ എന്തിനാ, എന്താണ് ഈ ഇൻഡ്യൂസർ EMF, അല്ലെങ്കിൽ ഇൻഡ്യൂസർ EMF എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ വരെ നമ്മൾ പഠിച്ചിരിക്കണം. മാത്തമാറ്റിക്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ വെക്ടർ ഓൾജിബ്ര ഒക്കെ ആയിരിക്കും, കൂട്ടാനായിരിക്കും. അതുവരെ നമ്മൾ പഠിച്ചിരിക്കണം. I.A ചിലപ്പോൾ ചോദ്യത്തിൽ അതായിരിക്കും. I.A, J.J ഇന്നതായിരിക്കും വാല്യൂ. ഇപ്പൊ K.K എന്ത്, അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ വളരെ ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ഈച്ച് ആൻഡ് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ മാർച്ചിലായിരിക്കും എക്സാം ഉണ്ടാവുക. അതിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് വരാൻ പറ്റും കേട്ടോ. പിന്നെ ഏറ്റവും ഞാൻ പറഞ്ഞു 300ലാണ് മാർക്ക്. അപ്പോൾ ഒരു 250-ന് മുകളിൽ മാർക്ക് കിട്ടിയ ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടും. ഡൽഹിയിലെ ബനാറസ്, ജവഹർലാൽ നെഹ്റു, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, AMU, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ. ഇനി കേരളത്തിൽ തന്നെ പഠിക്കണമെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഉണ്ട്, പോണ്ടിച്ചേരി ഉണ്ട്, കർണാടക ഉണ്ട്, പഞ്ചാബ് ഉണ്ട്, കുറെ യൂണിവേഴ്സിറ്റികൾ ഉണ്ട് കേട്ടോ. ബട്ട് 250 മേലെ മാർക്ക് വാങ്ങിയാൽ നമുക്ക് ഇവിടേക്ക് കയറാം. അല്ലെങ്കിൽ ഒരു 220+ മാർക്ക് വാങ്ങിയാൽ നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ കയറാൻ പറ്റും. ഇതാണ് ടോപ്പ് യൂണിവേഴ്സിറ്റി. CUET PG നമ്മൾ പറയില്ലേ, ഇപ്പൊ IIT ജാം ടോപ്പ് റാങ്ക് കിട്ടിയിട്ടും പോവാത്ത ഒരുപാട് പേരുണ്ട്. IIT മദ്രാസ്, ഡൽഹിയൊക്കെ. ഹൈദരാബാദ് പോയി പഠിക്കണം, അല്ലെങ്കിൽ JNUവിൽ പോയി പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ ഡ്രീം ചെയ്യുന്ന ആളുകൾ, അതായത് അവിടെ തന്നെ പഠിക്കണം എന്ന് ഡ്രീം ചെയ്യുന്ന ആളുകൾ ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ എത്താൻ പറ്റും. ഓക്കെ. പഠിക്കേണ്ട ബെസ്റ്റ് ബുക്സുകളാണ് ഇതിൽ റെഫർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് നോക്കി നോക്കുക. ബുക്സ് ഇപ്പൊ മാത്തമാറ്റിക്കൽ ആണെങ്കിൽ HK ദാസ്, ക്ലാസിക്കലാണെങ്കിൽ ഗോഡ്സിൻ, HC വർമ്മ. മോഡേൺ ഫിസിക്സ് എപ്പോഴും എല്ലാവരും യൂസ് ചെയ്യുന്നത് ആദർ ബേസിന്റെ ബുക്ക്, HC വർമ്മയുടെ, മുരുകേഷിന്റെ ഒക്കെ ബുക്കുകൾ. ഇലക്ട്രോ ഡൈനാമിക്സിന്റെ, അതുപോലെ തന്നെ കൈനറ്റിക് തിയറിയുടെ, ഓസിലേഷൻ ഒപ്റ്റിക്സ്, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, ഈ ബുക്കുകളിൽ നിന്നാണ് നമ്മൾ റെഫറിങ് പഠിക്കേണ്ടത്. റെഫർ ചെയ്ത് പഠിക്കേണ്ടത് ഈ ബുക്സ് എന്നാണ്. ബുക്സിന്റെ ഒക്കെ ഓരോ കോപ്പീസോ അല്ലെങ്കിൽ ഇതിന്റെ ബുക്കുകൾ നിങ്ങൾക്ക് ലൈബ്രറിയിൽ അവൈലബിൾ ആണെങ്കിൽ അതിന്റെ ഫോട്ടോ കോപ്പി ഒക്കെ എടുത്തു വെക്കണം, നല്ലതായിരിക്കും. കാരണം സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് SO പിള്ളേന്നൊക്കെ അതേപോലെ പാരഗ്രാഫ് എടുത്ത് ഇതിലിടും. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ശരിക്കും ഒരു ബുക്ക് നമ്മളിപ്പോ NCERT ടെസ്റ്റ് ഒക്കെ അരിച്ചു പെറുക്കി പഠിക്കില്ല, സെയിം ആസ് നമ്മൾ എന്ത് ചെയ്യണം, ഈ റെഫറൻസ് ബുക്കുകൾ അത് നമ്മൾ ചെയ്യും. ഏതൊക്കെ മോസ്റ്റ് അതായത് വിത്ത് എവിഡൻസ് കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ പേപ്പറും ടെക്സ്റ്റ് ബുക്കിൽ ഓരോ പാരഗ്രാഫ് ആയിട്ട് നമുക്ക് ഓരോ വീഡിയോസ് ഒക്കെ ചെയ്യാം. സോ ആ ബുക്സ് ഒക്കെ നമുക്ക്, ഈ ബുക്സിന്റെ ഒരു അവൈലബിലിറ്റി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഈ ബുക്സുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതിന്റെ അവൈലബിലിറ്റി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം CUET PGക്ക് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ കേട്ടോ. ഓക്കെ. ഇനി കഴിഞ്ഞാൽ പ്രിപ്പറേഷന്റെ ഒരു മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പ്രീവിയസ് ഇയേഴ്സ് തന്നെയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. അതിൽ പണ്ട് ഇയേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ 100 ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാൻ പറ്റും. ബട്ട് നമുക്ക് കോൺസെപ്റ്റ് പഠിക്കുന്ന ധാരാളമാണ്. അത് ഇപ്പോഴും റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം ഒന്ന് നോക്കുക, നിങ്ങൾക്ക് ആ എക്സാം പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സ്ട്രെങ്ത് കൂട്ടുക. ഞാൻ പറഞ്ഞ പോലെ ആദ്യം NCERT നല്ല രീതിയിൽ പഠിക്കുക. അതിനുശേഷം നമ്മുടെ ഡിഗ്രി ബുക്കിലേക്ക് ഇറങ്ങുക. കോൺസെപ്റ്റ് ഒരു 4 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 3 മാസം കൊണ്ട് നമ്മൾ കോൺസെപ്റ്റ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. മാർച്ചിൽ മുഴുവൻ പ്രീവിയസ് ഇയേഴ്സ് ഇരുന്ന് പഠിക്കുക. അങ്ങനെ ചെയ്യുക. ഒരു ഇപ്പോൾ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി കംപ്ലീറ്റ് എന്ത് പഠിക്കുക, കോൺസെപ്റ്റ് ബിൽഡ് ചെയ്ത് പഠിക്കുക, ഇക്വേഷൻസ് ബിൽഡ് ചെയ്ത് പഠിക്കുക. അത് എക്സാമ്പിൾ ക്വാണ്ടം മെക്കാനിക്സിലെ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്, ഓക്കെ, വേവ് ഫംഗ്ഷൻ എന്താ √2a എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. √2l സൈന് n πx ഡിവൈഡ് ബൈ nm², അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ആ പറയാൻ പറ്റണം. ആ ഇക്വേഷൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ n², π², h², 2ma², ഇങ്ങനെ നമുക്ക് ആ ഇക്വേഷൻസ് പറയാൻ പറ്റണം. അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ റിവൈസ് ചെയ്ത് പഠിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് ബുക്സ് ഓൺലി.
ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ബുക്സ് അതിന്റെ ഒരു മസ്റ്റ് ആയിട്ട് ഏത് ബുക്ക് പഠിക്കണം, അതിപ്പോ എല്ലാ ബുക്സും ഉണ്ട്, ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇതിൽ ഏത് ബുക്ക്, ഇപ്പോൾ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഗ്രിഫിത്തിന്റെ ബുക്ക് സ്റ്റാൻഡേർഡ് ബുക്കാണ്, അത് വെച്ചിട്ട് വേണം മാത്രം പഠിക്കാൻ, അതർ ബുക്സ് ഒന്നും വെച്ചിട്ട് പഠിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും അതെ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് റെഫറൻസ് ബുക്കിന്റെ പിന്നിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ബാക്കിൽ ഡെറിവേഷൻസ് ഒക്കെ പഠിക്കാറില്ലേ നമ്മൾ, ക്വസ്റ്റ്യന് വേണ്ടി, അതായത് നമ്മുടെ ഡിഗ്രി ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ സോൾവ് ചെയ്യാൻ പഠിക്കാറില്ല, അതേപോലെ ഡെയിലി ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കുക. അതായത് ഡെറിവേഷൻ ആണെങ്കിൽ ഡെറിവേഷൻ എഴുതി പഠിക്കുക, ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് ഒക്കെ കിട്ടുമെന്ന് വെച്ചാൽ അതൊക്കെ എഴുതി പഠിക്കുക, അതിൽ നിന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ CUET-ലേക്കുള്ള ആദ്യത്തെ ഒരു പടിവെക്കലായിരിക്കും. ആദ്യം ഒരു ജസ്റ്റ് ഒരു എൻട്രിങ് ആയി നമ്മൾ ആ എക്സാമിലേക്കുള്ളത്. കാരണം ഞാൻ പറഞ്ഞു 3 മാസം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഏത് സബ്ജക്റ്റും, ഈ 7 സബ്ജക്റ്റും നിങ്ങൾ തറ ആയിരിക്കണം, 7 സബ്ജക്റ്റിലും തറ ആക്കിയിട്ട് വേണം നിങ്ങൾ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ.